ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസും മുട്ടയൊക്കെ ഇട്ടുള്ള ഉപ്പേരി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം അതിന് സൺഫ്ലവർ ഓയിലേക്ക് ഒരു പാനിൽ പിന്നെ അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾ പുതിർത്തിയ ഗ്രീൻ പീസ് ഒരു 5-6 മണിക്കൂർ പുതിർത്തിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, ഉപ്പ് മാത്രം ഇട്ടിട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ അത് വേവിച്ച് നന്നായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ വരണ്ട, അത്രയൊന്നും ആവണ്ട കേട്ടോ. എന്നാൽ വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് പൊടി ഇടുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇടുക കേട്ടോ. മല്ലിപ്പൊടി അധികം ഇടരുത്, ഒരു കുത്ത് വരും കേട്ടോ. പിന്നെ ചിക്കൻ മസാലയും ഗരം മസാലയും കേട്ടോ. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ പച്ചമണം പോകണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇനി ഇതിലേക്ക് ഇടാൻ പോകണം കേട്ടോ. ഗ്രീൻ പീസ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച് പറഞ്ഞിട്ടില്ലേ, അത് നന്നായിട്ട് വേവിക്കണം കേട്ടോ. ഗ്രീൻ പീസ് അത്യാവശ്യം നല്ല വേവണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടത്. പിന്നെ അതിലേക്ക് 2 മുട്ട കേട്ടോ ആവശ്യം. ഞാൻ 1 മുട്ട മതിയാവുമെന്ന് കരുതി ആദ്യം. അപ്പോൾ അത് മതിയായില്ല കേട്ടോ. അയാൾക്ക് നോക്കിയപ്പോൾ അത് മതിയാവുന്നില്ല. അപ്പോൾ ഞാൻ 1 മുട്ടയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസിനനുസരിച്ച് മുട്ട പൊട്ടിച്ച് വയ്ക്കണ്ട കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചാണ്. അപ്പം പിന്നെ മുട്ടയൊക്കെ ഇതായി കഴിഞ്ഞിട്ട് ഉപ്പ് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. എനിക്ക് കറക്റ്റായിരുന്നു ഉപ്പ്. ഞാൻ ഗ്രീൻ പീസ് ഇട്ടപ്പം മുട്ട ഇതൊക്കെ മസാല ആയപ്പോൾ കറക്റ്റായിട്ടോ. ഞാൻ പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലേ. ഉപ്പില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോൾ ഈ ഇളക്കണ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചതും പിന്നെ മല്ലിച്ചപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ. അപ്പോൾ ആ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, തക്കാളി ഒന്ന് ഇതാവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.